ഹായ് ആൾ, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക്. അപ്പൊ എല്ലാവരും CUT ഒക്കെ എഴുതാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. ഓപ്ഷൻസ് ഒന്നോ രണ്ടോ വട്ടമെങ്കിലും നിങ്ങളൊന്ന് തറവായിട്ട് കീനായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രം. കാരണം ഒരു ശരിയുത്തരത്തിന് 4 പോയിന്റും ഒരു തെറ്റുത്തരത്തിന് നിങ്ങൾ നേടിയ 4 പോയിന്റിൽ നിന്നും 1 പോയിന്റ് നഷ്ടമാവുന്നതാണ്. അപ്പോ തെറ്റുത്തരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? തെറ്റുത്തരം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ പോയിന്റ് കുറയും. പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ജനറൽ പാർട്ട് ഇപ്രാവശ്യം മുതൽ ഇല്ല. വെറും സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിരിക്കുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അവർ ചെയ്യത്തുള്ളൂ. സോ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങള് നന്നായിട്ട് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതാം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി നല്ലൊരു ഭാഗം ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് അബ്നോർമൽ സൈക്കോളജി. നമ്മൾ 2 ദിവസം ഫ്രീ ക്ലാസ് ആയിട്ടാണ് അബ്നോർമൽ സൈക്കോളജി ചെയ്തത്. പിന്നെ കൊഗ്നിഷൻ അത്യാവശ്യം വരും. അതുപോലെ തന്നെ ഫിസിയോളജിന്നും നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര ക്വസ്റ്റ്യൻസ് ഓരോന്നിലും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊരു ക്രൂഷ്യലാണ്. കാരണം ജനറൽ പാർട്ട് ഒഴിവാക്കിയിട്ടുള്ള ആദ്യത്തെ CUT ആണ്. CU സെറ്റ് മാറി CUET ആയി. ആദ്യമായിട്ടാണ് എന്ത് ജനറൽ പാർട്ട്. ഇതുവരെ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ജനറൽ പാർട്ട് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം മുതൽ ജനറൽ ക്വസ്റ്റ്യൻസ് ഇല്ല, വെറും സൈക്കോളജി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ട് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമ്മൾ ഫിസിയോളജി ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റിന്റെ പറയുന്ന പേര് ന്യൂറോൺ. നെർവസ് സിസ്റ്റത്തിൽ, അതായത് ഒരു നെർവ് സെല്ലിന് പറയുന്ന പേരാണ് ന്യൂറോൺ. ന്യൂറോൺ അനാട്ടമി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ഏതാണ്? ന്യൂറോൺ ആണ്. ഓക്കെ, സെൽ തന്നെയാണ് ന്യൂറോൺ, പക്ഷെ നെർവ് സെല്ലിന് പ്രത്യേക പേരാണ് ന്യൂറോൺ. ആക്സോണും ഡെൻഡ്രൈറ്റും നെർവ്സ്, അതായത് ന്യൂറോണിന്റെ ഭാഗങ്ങളാണ്. നോക്കിയേ, ന്യൂറോൺസ് ആർ സെൽ വിത്ത് നെർവസ് സിസ്റ്റം ദാറ്റ് ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ടു അതർ നെർവ് സെൽസ്, മസിൽസ് ഓർ ഗ്ലാൻഡ് സെൽസ്. കണ്ടോ, നമ്മൾ ഇവിടെ ഒരു പിന്ന് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ വേദന ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ബ്രെയിനിലോട്ട് കൊണ്ടുപോയി ബ്രെയിൻ പറയാണ് പിന്ന് കുത്തിയതാണ്, കൈ വലിച്ചോ, നേരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് കൈ വലിക്കുകയാണ്. അപ്പൊ ആ എന്താ മെസ്സേജ് പാസ് ചെയ്യുന്നത് ന്യൂറോൺസിലൂടെയാണ്. അപ്പോ നെർവസ് സെൽസിൽ നിന്ന് എന്താ ചെയ്യുന്നത്? മസിൽസിലേക്കും ഗ്ലാൻഡ്സിലേക്കും എല്ലാം മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ന്യൂറോൺസ് വഴിയാണ്. മോസ്റ്റ് ന്യൂറോൺസ് ഹാവ് എ സെൽ ബോഡി. ന്യൂറോൺസിന് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്നാണ് നമ്മൾ സെക്കൻഡ് സെം ഫിസിയോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. സെൽ ബോഡി ഉണ്ട്, ആക്സോൺ ഉണ്ട്, ഡെൻഡ്രൈറ്റ് ഉണ്ട്. സെൽ ബോഡിയിൽ എന്തുണ്ട്? ന്യൂക്ലിയസും അതുപോലെ തന്നെ സൈറ്റോപ്ലാസവും ഉണ്ട്. പിന്നെന്താണ്? ആക്സോൺ ആണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് ആക്സോൺ. ആക്സോണിൽ മൈലിൻ ഷീത്ത് ഉണ്ട്. ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മൈലിൻ ഷീത്ത് ഉണ്ട്. The axon extends from the cell body, often given rise to many smaller branches. Axon ഉണ്ടോ? many smaller branches ആയിട്ട് മാറും. ഈ ആക്സോണൽ ടെർമിനൽ, ഇതാണ് ആക്സോണൽ ടെർമിനൽ. അതായത് ഈ മെസ്സേജ് എങ്ങനെയാണെന്നറിയോ? പോവാ, നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടല്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്ന് ഡെൻഡ്രൈറ്റിൽ കൂടെ സെൽ ബോഡിയിൽ എത്തി ആക്സോണിലൂടെ പോയിട്ട് ഇവിടെ നമ്മുടെ ആക്സോൺ ടെർമിനൽ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കും. പിന്നെ കണക്റ്റഡ് അല്ല, അപ്പം അടുത്തയിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന കെമിക്കൽസ് ആണ് മെസ്സേജ്. ഒരു ന്യൂറോണിന് അടുത്ത ന്യൂറോണിലേക്ക് പോകാൻ സഹായിക്കുന്ന കെമിക്കലിന്റെ പേരാണ് എന്ത്? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന്. ഡെൻഡ്രൈറ്റ്സ് എക്സ്റ്റെൻഡ് ഫ്രം ന്യൂറോൺ. കേട്ടോ, ഡെൻഡ്രൈറ്റ് ന്യൂറോണിനോടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ഡെൻഡ്രൈറ്റ്സ് ആരൊക്കെയോ ജോയിൻ ആവുന്നുണ്ട് കേട്ടോ. അതാണ് ഞാനൊരു ലാഗ് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്. മിസ്സിന് ഞാൻ ഡിസ്ട്രാക്ട് ആയി പോകുന്നു. ബോഡി ആൻഡ് റിസീവ് മെസ്സേജ് ഫ്രം അതർ ന്യൂറോൺസ്. കണ്ടോ, ഡെൻഡ്രൈറ്റ്സിലൂടെയാണ് മെസ്സേജ് വരാതെ സെൽ ബോഡിയിൽ എത്തും, ആക്സോണിലൂടെ പോകും, ടെർമിനൽ ബട്ടിൽ പോകും. സിനാപ്സ് ആർ കണ്ടക്ട് പോയിന്റ്സ് വേർ വൺ ന്യൂറോൺ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനദർ. കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. അടുപ്പിച്ചല്ല, കുറച്ച് വിട്ടിട്ടാണ്. ഇവിടെ ഈ ടെർമിനൽ ബട്ടിൽ എത്തുന്നത് ന്യൂറോൺ ട്രാൻസ്മിറ്റർ സിനാപ്സ് വഴിയാണ് അടുത്തയിലേക്ക് പോവുക. ദ ഡെൻഡ്രൈറ്റ്സ് ആർ കവേർഡ് വിത്ത് സിനാപ്സ് ഫോംഡ് ബൈ ദ എൻഡ് ഓഫ് ആക്സോൺസ് ഫ്രം അതർ ന്യൂറോൺസ്. കണ്ടോ, ഒരു ന്യൂറോണിന്റെ ആക്സോണും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിലായിരിക്കും കണക്ഷൻ. ഇവിടെ ഇങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് ന്യൂറോൺ. ഇപ്പൊ ന്യൂറോൺ കേസിൽ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? നെർവ് സെല്ലാണ്, സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവ് സെല്ലാണ്. ഇൻഫർമേഷൻ നെർവ് സെൽസിൽ നിന്നും
മസിലിൽ നിന്നും ഗ്ലാൻഡിൽ നിന്നും ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. എന്തൊക്കെയാ ഉള്ളത്? ഡെൻഡ്രൈറ്റ് ഉണ്ട്, ആക്സോൺ ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം. ഇനി ഈ ന്യൂറോണുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഡാഷ് ഒത്തിരി പേര് ജോയിൻ ആവുന്നുണ്ട്. നോക്കിക്കേ, dash help neurons by providing nutrition, removing waste product and enhancing the speed of communication between neurons. അതായത് ന്യൂറോൺസിന് ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ന്യൂറോൺസിന്റെ വേസ്റ്റ് എടുത്ത് കളയുന്നത് ആരാണ്? അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ആ ന്യൂറോൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ സ്പീഡ് കൂട്ടുന്നത് ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗ്ലിയാൽ സെൽസ് ആണ്. ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ഗ്ലിയാൽ സെൽസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഗ്ലിയ ഓൾസോ കോൾഡ് ഗ്ലിയാൽ സെൽസ്, അല്ലെങ്കിൽ ന്യൂറോഗ്ലിയ എന്നും ഗ്ലിയോസൈറ്റ് എന്നും, ഒന്നാണെങ്കിൽ ഗിലോസൈറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓർ ന്യൂറോഗ്ലിയ ആർ നോൺ ന്യൂറോണൽ സെൽസ് ആണ്. ന്യൂറോൺ അല്ല, നോൺ ന്യൂറോണൽ സെൽസ് ആണ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. കേട്ടോ, ബ്രെയിനിലും സ്പൈനൽ കോഡും അടങ്ങുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് നെർവസ് സെൽസ് അല്ലാത്ത, അതായത് നോൺ നെർവസ് സെൽസ് ആണ് ആര്? ഗ്ലിയാൽ സെൽസ്. ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും ഉണ്ട്. അവർക്ക് ഒരിക്കലും ഇലക്ട്രിക്കൽ ഇമ്പൾസ്, നെർവസ് സിസ്റ്റത്തിന് പണിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവരുടെ പണി എന്തൊക്കെയാണ്? ഗ്ലിയാൽ സെൽസ് എന്തൊക്കെയാ ചെയ്യുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലും ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മൈലിൻ ഷീത്ത് ഉണ്ടാവുന്നുണ്ട് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ. സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷൻ ഫോർ ന്യൂറോൺസ്, ന്യൂറോൺസിന് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ഷന് കൊടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് അതാണ്. ഹോമിയോസ്റ്റാറ്റിസ് സെക്കൻഡ് ഹോമിയോസ്റ്റാറ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെർവ് സെൽസിന് സപ്പോർട്ട് കൊടുക്കുന്ന, ന്യൂട്രീഷനും ബാക്കിയുള്ള സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള സെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഗ്ലിയാൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറയണം കേട്ടോ. ഓക്കെ ആണല്ലോ, വെരി ഗുഡ്. ഇനി 3 ബേസിക് കമ്പോണൻസ് ഓഫ് ന്യൂറോൺസ്. ന്യൂറോൺസിന്റെ ബേസിക് കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ്. ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺസ്, ഗ്ലിയാൽ ഉണ്ട്, സെൽ ബോഡി, ഗ്ലിയാൽ സെൽസ്, ആക്സോൺ ഉണ്ട്, ആക്സോൺ, സെൽ ബോഡി, സിനാപ്സ്, സെൽ ബോഡി, ആക്സോൺ, ഡെൻഡ്രൈറ്റ്. ഓഫ് കോഴ്സ് ന്യൂറോണിന്റെ മെയിൻ 3 പാർട്ട് സെൽ ബോഡിയും ആക്സോണും ഡെൻഡ്രൈറ്റും ആണ്. ഇതാണ് സെൽ ബോഡി, ഇത് ആക്സോൺ, ഇത് ഡെൻഡ്രൈറ്റ്. ഇനി ഡാഷ് ഇസ് ദ white fatty covering made up of glial cell that increase the rate at which neural message are sent. കണ്ടോ, ഈ ഒരു ഫാറ്റി കവറിംഗ് ഉണ്ട്, ഗ്ലിയാൽ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെന്താണെന്ന്? മൈലിൻ ഷീറ്റ് ആണ്. ഇതാ ഈ ഗ്ലിയാൽ സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഫാറ്റി കവറിംഗ് ആക്സോണിന്റെ ചുറ്റും, ആക്സോൺ നല്ല തിന്നായിട്ടുള്ള ഇങ്ങനെ പോലെ ഇരിക്കും. അപ്പം ആക്സോൺ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവറിംഗ് ആണ് എന്ത്? മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. ആക്സോൺ എന്തെങ്കിലും ഷോക്കോ എന്തെങ്കിലും വെച്ചാല് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത് കേട്ടോ. മൈലിൻ ഷീറ്റ് ഇസ് ദ പ്രൊട്ടക്റ്റീവ് ഫാറ്റി കോട്ടിംഗ് സറൗണ്ടിങ് യുവർ നെർവ് ഫൈബർ, സിമിലർ ടു ദ പ്രൊട്ടക്റ്റീവ് ഇൻസുലേഷൻ അറൌണ്ട് ഇലക്ട്രിക്കൽ വയേഴ്സ്. കണ്ടോ, ഇലക്ട്രിക്കൽ വയേഴ്സിന് ചുറ്റും ഇൻസുലേഷൻ. കണ്ടോ, ഇതൊരു ഇൻസുലേഷൻ ആണ്. നിങ്ങൾ കാണുന്നുണ്ട് വിശ്വസിക്കുന്നത്, ഇൻസുലേഷൻ ആണ്. അതിന്റെ ഉള്ളിലാണ് വയർ. ഈ വയറിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഇൻസുലേഷൻ കെട്ടിയിരിക്കുന്നത്, അല്ലെ നമുക്ക് കറണ്ട് അടിക്കും. അതുപോലെ ആക്സോണിനെ ചുറ്റിയിരിക്കുന്ന ഒരു കവറിംഗ് ആണ് എന്ത്? മൈലിൻ ഷീറ്റ്. This coating enables the electrical impulse between nerve cell to travel back and forth rapidly. നെർവ് ഇമ്പൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് കുത്തുമ്പോഴത്തേക്കും അറിയുന്നുണ്ട്, തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഒരു കോട്ടിംഗ് ആണ് ഇമ്പൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ എന്താണ്? നമ്മുടെ നെർവ് സെല്ലിന്റെ ആക്സോണിന്റെ ഫാറ്റി കവറിങ്ങിനെയാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, within the neuron information is communicated in the form of brief electrical message. കണ്ടോ, ന്യൂറോണിൽ ഇൻഫർമേഷൻ ഒരു ബ്രീഫ് ഇലക്ട്രിക്കൽ മെസ്സേജ് ആയിട്ടാണ് പോകുന്നത്. ഈ ഇലക്ട്രിക്കൽ മെസ്സേജിന്റെ പേരെന്താണ്? ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ്. കണ്ടോ, ഇവിടെ വരെ എത്തുമ്പോൾ അതെന്താണ്? കെമിക്കൽ എനർജിയാണ്. ഇവിടെ കുത്തു കഴിഞ്ഞാൽ ഈ ബോഡി അത് സ്വീകരിച്ചാൽ അത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ഈ ഇലക്ട്രിക്കൽ എനർജി, അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഇലക്ട്രിക്കൽ എനർജിനെ നമ്മൾ പറയുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ്. ഇലക്ട്രിക്കൽ മെസ്സേജ് ആണ് ശരിക്കും. കേട്ടോ, കയ്യിൽ ഒരു പിന്ന് കുത്തുന്നു, പിന്നെ അത് ഇലക്ട്രിക്കൽ മെസ്സേജ് ആയിട്ടാണ് പോകുന്നത്. ആ മെസ്സേജിന് പറയുന്ന പേരാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, ആൻഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഇസ് ഡിഫൈൻഡ് ആസ് എ സഡൻ ഫാസ്റ്റ് ട്രാൻസിയറി ആൻഡ് പ്രൊപ്പഗേറ്റിംഗ് ചേഞ്ച് ഫോർ ദ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. അതായത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഇപ്പൊ നോക്കിയേ, റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, റെസ്റ്റിംഗ് മെംബ്രെയിൻ ആയിട്ട് ന്യൂറോൺസ്. ഞാനൊരു കുത്തുമ്പോൾ അത് ആക്ഷൻ ആവാണ്, അത് ഇങ്ങനെ മെസ്സേജ് കൊണ്ടുപോവാണ്. ദാ പിന്നെ കുത്തിയിട്ടുണ്ട് കേട്ടോ എന്ന് തന്നെ എന്താണ്? കൈ ഇങ്ങട്
വലിക്കാനുള്ള മെസ്സേജ് അങ്ങോട്ടും പോവാണ്. Only neurons and muscle cells are capable of generating an action potential. കണ്ടോ, ന്യൂറോൺസിനും മസിൽ സെൽസിനും മാത്രമേ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. That property is called excitability. നോക്കിക്കേ, ന്യൂറോൺസിനും മസിൽ സെൽസിനും മാത്രമാണ് ആ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാനുള്ള കഴിവുള്ള. ആ കഴിവിന് എന്താ പറയാ? എക്സൈറ്റബിലിറ്റി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി at the end of the axon are several small branches. ആക്സോണിന്റെ എൻഡിൽ കുറെ സ്മോൾ ബ്രാഞ്ചസ് ഉണ്ട്. അതെന്താണെന്ന് അറിയാലോ? ഡെൻഡ്രൈറ്റ് ആണ്. സോറി, ആക്സോൺ ആണ്, തെറ്റിപ്പോയതാണ്. ആക്സോണിന്റെ അറ്റത്ത് അത് ആക്സോൺ ടെർമിനൽ ആണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ആക്സോണിന്റെ അറ്റത്തുള്ളത് ആക്സോൺ ടെർമിനൽ ആണ്, ഡെൻഡ്രോണിന്റെ അറ്റത്തുള്ളത് ഡെൻഡ്രൈറ്റുമാണ് കേട്ടോ. ആക്സോൺ ടെർമിനൽസ്. ഒരുപാട് പേര് ജോയിൻ ആവണ്ട, അതാട്ടോ ഡിസ്ട്രാക്ട് ആയി പോകുന്നത്. ഇനി ദ സിനാപ്റ്റിക് വെസിക്കിൾ കണ്ടെയ്ൻ കെമിക്കൽ കോൾഡ്. കണ്ടോ, സിനാപ്റ്റിക് വെസിക്കിളിലുള്ള കെമിക്കൽ എന്താണ് വിളിക്കുക? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സിനാപ്റ്റിക്, ഈ ആക്സോൺ ടെർമിനലിൽ സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു അറകള്. ആ അറകളുടെ ഒത്ത് കെമിക്കൽ ഉണ്ടാവും. ഇവിടെ വരെ എത്തുന്ന മെസ്സേജ്, ഇപ്പൊ എന്റെ കയ്യിൽ ഒരു സൂചി കുത്തിയിട്ടുള്ള മെസ്സേജ് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ അടുത്തേക്ക് പോകണം. അപ്പൊ ആ അടുത്തേക്ക് പോകാൻ ഇവിടെ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിലൂടെ മെസ്സേജ് പോകുന്നത് ഇവിടുന്ന് അപ്പത്തേക്കും ന്യൂറോ ട്രാൻസ്മിറ്റർ കൊടുപ്പഴിക്കും. അതിന്റെ കൂടെയാണ് മെസ്സേജ് അടുത്ത ന്യൂറോണിലേക്ക് എത്തുന്നത്. അപ്പൊ ഓരോ സിനാപ്റ്റിക് വെസിക്കിളിന്റെ അകത്തുമുള്ള കെമിക്കലിനെ വിളിക്കുന്ന പേരെന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ്. ഒന്നും ഒത്തിരി നീട്ടി വലിച്ച് പറയുന്നില്ല കേട്ടോ. കണ്ടോ, സിനാപ്റ്റിക് വെസിക്കിൾ ആണ് ഈ ആറുകൾ, അതിനുള്ളിലൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. Our ability to perceive, feel, think, move and act and react depends upon the delicate balance of dash in the nervous system. കണ്ടോ, പെർസീവ് ചെയ്യുന്നതും ഫീൽ ചെയ്യുന്നതും തിങ്ക് ചെയ്യാനും മൂവ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? എന്ത് ഡെലിക്കേറ്റ് ബാലൻസ്. കാരണം വളരെ കുഞ്ഞ എമൗണ്ടിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഡെലിക്കേറ്റ് ബാലൻസ് വഴിയാണ് നമ്മൾ ചിന്തിക്കുന്നതും മൂവ് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും ഒക്കെ, അല്ലെ? അതിനൊക്കെ ഒരു ചെറിയ വ്യതിയാനം മതി നമുക്ക് ഡിപ്രഷനോ സ്കീസോഫ്രീനിയോ ഒക്കെ വരാൻ. നമ്മുടെ പല മാനസിക രോഗങ്ങൾക്ക് പോലും വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ. അതായത് ഒരു മനുഷ്യ ശരീരത്തിന് പെർസീവ് ചെയ്യാനും ഫീൽ ചെയ്യാനും തിങ്ക് ചെയ്യാനും മൂവ് ചെയ്യാനും ആക്ട് ചെയ്യാനും റിയാക്ട് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് ഈ ഡെലിക്കേറ്റ് ബാലൻസ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബാലൻസ് ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ചെയ്യുന്നത്. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആർ കെമിക്കൽ മെസ്സേജസ് മാനുഫാക്ചർഡ് ബൈ എ ന്യൂറോൺ. Your ability to think, feel, perceive, move, act and react depends upon the delicate balance of neurotransmitter in your nervous system. Too much or too little can have devastating effect. ഭയങ്കര എഫക്റ്റ് ഉണ്ടാവും. ഒന്ന് കുറഞ്ഞു പോയാലോ വളരെ കൂടിപ്പോയാലോ വളരെ ഡെവാസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റ് ആണ് നമുക്ക് ഉണ്ടാവുക ന്യൂറോ ട്രാൻസ്മിറ്റർ വഴി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് സ്റ്റിമുലേറ്റ് മസിൽ കൺട്രാക്ഷൻ ആൻഡ് ഇൻവോൾവ് ഇൻ മെമ്മറി ഫംഗ്ഷൻ. മെമ്മറി ഫംഗ്ഷനിലും മസിൽ കൺട്രാക്ഷനിലും ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? അസറ്റൈൽ കൊളൈൻ ആണ് കേട്ടോ. 4 ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പേരുണ്ട്. അസറ്റൈൽ കൊളൈൻ, നോർ എപ്പിനെഫ്രിൻ, ഡോപ്പമിന്, സെറോട്ടോണിൻ. ഇതിലേതാണ് എന്താണ് മസിൽ കൺട്രാക്ട് ചെയ്യാൻ? മസിൽ കൺട്രാക്ട് ചെയ്യാൻ അതുപോലെ തന്നെ മെമ്മറിയിലും ഇൻവോൾവ് ആയിട്ടുള്ളത് അസറ്റൈൽ കൊളൈൻ ആണ് കേട്ടോ. അസറ്റൈൽ കൊളൈന് മസിൽ കൺട്രാക്ഷനിലാണെന്നൊക്കെ പറഞ്ഞില്ലേ. നോർ എപ്പിനെഫ്രിൻ എന്താണ്? Norepinephrine is a neurotransmitter secreted by the neuron in sympathetic nervous system. നോക്കിക്കേ, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിലുള്ളതാണ് എന്ത്? Norepinephrine. This chemical is secreted in response to stress. ഇത് സ്ട്രെസ് ഉണ്ടാവുമ്പോഴാണ് വരുന്നത്. വിച്ച് ട്രിഗേഴ്സ് ദ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ്. കണ്ടോ, നമ്മളെ ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓടി പറയാം, അതിനെ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നോറെപ്പിനെഫ്രിൻ എന്ന് പറയുന്നത്. സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ് ഇത് ഏറ്റവും അധികം പുറപ്പെടുക്കുക. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പരീക്ഷ എടുത്തു, സ്ട്രെസ് വന്നു, അപ്പൊ ഒന്നെങ്കിൽ നിങ്ങളെ പഠിക്കാൻ സഹായിക്കും, അതായത് ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ പോയി മൂടിപ്പൊച്ച് കിടന്നുറങ്ങാൻ സഹായിക്കും, ഫ്ലൈ ചെയ്യുക എന്ന്. The release of norepinephrine causes several changes in our health that help our body to work more efficiently. നമ്മളെ ബോഡി എഫിഷ്യന്റ്ലി വർക്ക് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങൾ ചേഞ്ചസ് നോറെപ്പിനെഫ്രിൻ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമിൻ ആണ്. എൻ്റെ അമ്മോ, ഡിപ്രഷനൊക്കെ വളരെ മൂഡിന്റെ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമിൻ. Dopamine is a neurotransmitter that plays a crucial role in pleasure and reward. It also plays an important role in mood, decision making, motor function.
ഇറ്റ് ഇൻഫ്ലുവൻസ് അവർ ഡ്രൈവ് ടു സീക്ക് ന്യൂ ഇൻഫർമേഷൻ, ഗെയിൻ നോളജ്. കണ്ടോ, പുതിയ ഇൻഫർമേഷൻ തേടാന്, പുതിയ നോളജ് ഗെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഡോപ്പമിൻ ആണ്. ആൻഡ് ഇൻഫ്ലുവൻസസ് അവർ ക്യൂരിയോസിറ്റി റിഗാർഡിംഗ് ഡിഫറെന്റ് ഐഡിയാസ്. ക്യൂരിയോസിറ്റി ഒക്കെ ഉണർത്തുന്നത് ഡോപ്പമിൻ ആണ്. ഇനി സെറോട്ടോണിനോ, ഒരു നാച്ചുറൽ മൂഡ് സ്റ്റെബിലൈസർ. സെറോട്ടോണിനും ഡിപ്രഷനിലൊക്കെ പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഒരു കെമിക്കലാണ്. സ്ലീപ്പിങ്ങിന്, ഈറ്റിങ്ങിന്, ഡൈജസ്റ്റിങ്ങിന് ഒക്കെ സഹായിക്കുന്നുണ്ട്. ഡിപ്രഷൻ കുറയ്ക്കാനും ആൻസൈറ്റി റെഗുലേറ്റ് ചെയ്യാനും മുറിവുകൾ ഹീൽ ചെയ്യാൻ, ഉണക്കാനും നോസിയ ഓക്കാനും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നത് എന്താണ്? ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ഒക്കെ സഹായിക്കുന്നത് സെറോട്ടോണിൻ ആണ്. മെയിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയ മനുഷ്യന്റെ മൊത്തത്തിൽ തെറ്റും. അപ്പൊ സെറോട്ടോണിൻ എന്താണ്? സ്ലീപ്പിംഗ്, ഈറ്റിംഗ്, ഡൈജസ്റ്റിംഗ്, അതുപോലെ തന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി, മൂഡിനൊക്കെ വരുന്നുണ്ട്. ഡോപ്പമിൻ എന്താണ്? മെയിൻ ആയിട്ട് പ്ലഷർ ആൻഡ് റിവാർഡ് ആണ്. നോറെപ്പിനെഫ്രിൻ ആണെങ്കിലോ അവിടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ആണ്. അസറ്റൈൽ കൊളൈൻ എന്താണ്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് കണ്ടെത്തുന്നത്. മസിൽ കൺട്രാക്ഷനാണ് സഹായിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നോക്കിയേ, Dash is involved in a number of functions, including movement, attention, learning, and abnormal level are involved in some mental disorder. മൂവ്മെന്റിനെ സഹായിക്കുന്നത് ഏതാണ് എന്നാണ്? ഡോപ്പമിൻ ആണ്. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലെ, നമ്മുടെ മൂവ്മെന്റിനും മസിലിനൊക്കെ സഹായിക്കുന്നത് ഡോപ്പമിൻ ആണെന്നത് പറഞ്ഞു. Dopamine is a neurotransmitter that plays crucial role in pleasure and reward. It also plays important in mood, decision making, motor function. മോട്ടോർ ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ ഏതാണ്? ഡോപ്പമിൻ ആണ്. അതുപോലെ തന്നെ കുറെ മെന്റൽ ഡിസോർഡർ ഡോപ്പമിൻ കാരണം വരുന്നുണ്ട്. അസിറ്റൈൽകൊളൈനും നോറെപ്പിനെഫ്രിനും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. മറ്റേ ഈറ്റിംഗ്, സ്ലീപ്പിംഗ് ഒക്കെ സെറോട്ടോണിൻ, അസിറ്റൈൽകൊളൈന് മസിൽ കൺട്രാക്ഷൻ. അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഡാഷ് ഇൻവോൾവ് ഇൻ സ്ലീപ്പ്, മൂഡ്, ഇമോഷൻസ്, സെറോട്ടോണിൻ ആണ്. ഇനി ഇത് കൂടാതെ ഒരു വികസനമുണ്ട്. ഡാഷ് യൂഷ്വലി കമ്മ്യൂണിക്കേറ്റ്സ് ഇൻഹിബിറ്ററി മെസ്സേജസ് ടു അതർ യൂണിറ്റ്സ് ന്യൂറോൺസ് ആൻഡ് ഹെൽപ്പ് ബാലൻസ് ആൻഡ് ഓഫ്സെറ്റ് എക്സിറ്റേറ്ററി മെസ്സേജ്. ഇൻഹിബിറ്റേറ്ററി മെസ്സേജും എക്സിബിറ്റേറ്ററി മെസ്സേജിനെയും ബാലൻസ് ചെയ്യുന്നത്. ഇപ്പൊ ചില കൊതുകൊന്നും വന്നിട്ട് നമ്മൾ അറിയില്ല, കാരണം ആ മെസ്സേജ് ഒന്നും വിടണ്ട, ആ കൊതുക് അവിടെ ഇരിക്കല്ലോ, അതിൽ കുഴപ്പമൊന്നുമില്ല. കൊതുക് ചിലപ്പോൾ കുത്തുമ്പോഴേ നമ്മൾ അറിയും. അപ്പൊ ചില മെസ്സേജുകൾ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, ചില മെസ്സേജുകൾ എക്സിറ്റേറ്ററി ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ബാലൻസ് വെക്കുന്നത് ഗാബയാണ്. ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ് ആണ് ഗാബ. നോക്കിക്കേ, Gamma aminobutyric acid is an amino acid that serves as the primary inhibitory neurotransmitter between nerve cells in the brain and spinal cord. Specifically, GABA blocks certain nerve signals in the brain to reduce fear, anxiety, and stress. ഫിയറും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ ചില മെസ്സേജ് അങ്ങടെ കടത്തി വിടൂല, അങ്ങനെ മതി ഇപ്പോൾ അല്ലെങ്കിൽ ബേജാവും, നീ അങ്ങോട്ട് കടത്തി വിടണ്ട എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ ഗാബ. വിത്തൗട്ട് ദ ഈ PDF നമ്മൾ ഷെയർ ചെയ്യാറില്ല, ഇത് നമ്മൾ സേഫ് സ്റ്റുഡൻസിനുള്ളതാണ്. റിയലി സോറി, നമ്മളിതിപ്പം ഒരു ഫ്രീ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്രാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നാളെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ചെറിയൊരു ഫീസിനാണ്, ഒരു മാസത്തെ കോഴ്സാണ്, എല്ലാ എക്സാം ക്ലിയർ ചെയ്യുന്നവരെ, എസ്പെഷ്യലി കാലടിക്കൊക്കെ പാകത്തിലാണ്. ഓക്കെ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എന്താണ്? GABA blocks certain nerve signals in brain to reduce fear, anxiety and stress. ഫിയറും ആൻസൈറ്റി സ്ട്രെസ് ഒക്കെ ഉണ്ടാക്കുന്നതിനെ വലിച്ചെടുക്കുന്നുണ്ട് ഗാബ. Without the right level of GABA in the body, conditions such as anxiety disorders may become worse. കണ്ടോ, ഗാബ കൃത്യ അളവിൽ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഗാബ കാരണം ആൻസൈറ്റി ഉണ്ടാക്കുന്നതിന് വലിച്ചെടുക്കുന്ന ആരാണ്? ഗാബ. അപ്പൊ ഗാബ കൃത്യ അളവിൽ ഉണ്ടെങ്കിൽ എല്ലാത്തിനോടും ആൻസൈറ്റി ആയിരിക്കും. ആൻസൈറ്റി ഡിസോർഡറിൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടിയാണ് ഗാബ. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് ദ പ്രൈമറി ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഓഫ് ദി ബോഡി ഡിവൈഡ് ഇൻ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ആണ്, സെൻട്രൽ ആയിട്ട് നെർവസ് സിസ്റ്റം ആണ്. നമുക്ക് അത് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെൻട്രലും പെരിഫറലും. സ്പൈനൽ കോഡ് ആണ്. പെരിഫറല് സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണോമിക് ഉണ്ട്. ഓട്ടോണോമിക് വീണ്ടും രണ്ടാക്കിയിട്ടുണ്ട്. സിമ്പതറ്റിക്, നമ്മളെ ബോഡിനെ ഉണർത്തുന്നതാണ് സിമ്പതറ്റിക് അല്ലേ. ഇപ്പൊ ഒരു പട്ടീനെ കണ്ടു, തൊണ്ട വരടുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, ഈ പട്ടി പോയി കഴിഞ്ഞാൽ ഈ കൂടിയതൊക്കെ കുറച്ച്
നോർമൽ എത്തിക്കുന്നത് പാരാസിമ്പത്തറ്റിക് ആണ്. അപ്പൊ മെയിൻ ആയിട്ടുള്ള രണ്ട് സിസ്റ്റങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ഉള്ളത്. ഒന്ന് നെർവസ് സിസ്റ്റവും ഒന്ന് എൻഡോക്രൈൻ സിസ്റ്റവും. നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയാണ്? സെൻട്രലും പെരിഫറലും. പെരിഫറല് സൊമാറ്റിക്കും ഓട്ടോണോമിക്കും ഉണ്ട്. ഓട്ടോണോമിക്കിലാണ് സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും വരുന്നത്. ഇനി ഡാഷ് ഇസ് എ ടൈപ്പ് ഓഫ് ന്യൂറോൺ ദാറ്റ് സിഗ്നൽസ് മസിൽ ടു കൺട്രാക്ട് ഓർ റിലാക്സ്. കണ്ടോ, കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ന്യൂറോൺ ഏതാണ്? മോട്ടോർ ന്യൂറോൺ ആണ്. കണ്ടോ, മോട്ടോർ ന്യൂറോൺ ആണ് നമ്മളെ കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത്. നോക്കിക്കേ എത്ര ന്യൂറോൺസ് ഉണ്ട്. സെൻസറി ന്യൂറോൺസ് ആർ ദ ന്യൂറോൺസ് ദാറ്റ് ക്യാരി ഇൻഫർമേഷൻ. കണ്ടോ, കണ്ണിന്നും മൂക്കുന്നും ഒക്കെ ഉള്ള മെസ്സേജുകൾ ബ്രെയിനിൽ എത്തിക്കുന്നത് സെൻസറി ന്യൂറോൺസ്. കണ്ടോ, സെൻസ് ഓർഗനുകളിൽ നിന്ന് ഒത്തിരി പേര് ജോയിൻ ആവുന്നുണ്ട്. ഒറ്റ മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ് മക്കളെ. നോക്കിക്കേ, സെൻസറി ന്യൂറോൺസ് സെൻസ് ഓർഗനിൽ നിന്ന് മെസ്സേജ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തിക്കുന്നു. വൈൽ മോട്ടോർ ന്യൂറോൺസ് ആൻഡ് ന്യൂറോൺസ് ദാറ്റ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ മസിൽ സെൽ. കണ്ടോ, ഇനി സെൻസറിയിൽ നിന്ന് പോയത് മസിൽ സിസ്റ്റത്തിലേക്ക്, ബ്രെയിൻ കൊടുക്കുന്നത് മസിൽ സിസ്റ്റത്തിലേക്ക്. അപ്പൊ നോക്കിക്കേ, ഒരു സെൻസ് ഓർഗൻ ആണ് ത്വക്ക് അല്ലെങ്കിൽ സ്കിന്ന്. ഇവിടെ കുത്തി, അപ്പൊ സ്കിന്ന് മെസ്സേജ് നേരെ സെൻട്രലിലേക്ക് കൊണ്ടേ, സെൻസറി ന്യൂറോൺ ആണ്. മൂപ്പര് പറയാണ് കൈ അങ്ങ് വലിച്ചാളെന്ന്, അത് മോട്ടോർ ന്യൂറോൺ ആണ് മെസ്സേജ് കൊടുക്കുന്നത്. കൈ വലിക്കുന്നത് മോട്ടോർ ന്യൂറോൺസ് ആണ്. അപ്പൊ ഇന്റർ ന്യൂറോൺസ് ആരാണ്? റിലേ ന്യൂറോൺസ് എന്നും അസോസിയേഷൻ ന്യൂറോൺസ് എന്നും കണക്ടർ ന്യൂറോൺസ് എന്നും ഇന്റർമീഡിയറ്ററി ന്യൂറോൺസ് എന്നും ലോക്കൽ സർക്യൂട്ട് ന്യൂറോൺസ് എന്നൊക്കെ വിളിക്കുന്ന ഇന്റർ ന്യൂറോൺസ് are neurons that connect two brain regions that is not direct motor neurons or sensory neurons. കണ്ടോ, സെൻസറി മോട്ടോറും എല്ലാത്തിനും കണക്ട് ചെയ്യുന്ന, ബ്രെയിനിൽ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് ഇന്റർ ന്യൂറോൺസ്. എക്സിറ്റേറ്ററി ന്യൂറോൺസ് ആർ ന്യൂറോൺസ് വിച്ച് ആർ ഏബിൾ ടു എക്സൈറ്റ് ഓർ സ്റ്റിമുലേറ്റ്. ഒന്ന് ഉണരാൻ പറ്റുന്ന, സ്വന്തമായിട്ട് എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ന്യൂറോൺസിനാണ് എക്സിറ്റേറ്ററി ന്യൂറോൺസ് എന്ന്. അപ്പം സെൻസ് ഓർഗൻസ് കൊണ്ടുപോകുന്നത് സെൻസറി, അവിടെ നേരെ മെസ്സേജ് ബ്രെയിൻ കൊടുക്കുന്നത് മോട്ടോറിലേക്ക്, കണക്ട് ചെയ്യിപ്പിക്കുന്നത് ഇന്റർ ന്യൂറോൺ. ഇനി ഡാഷ് ഇസ് ദ പാർട്ട് ഓഫ് ന്യൂറോൺ ദാറ്റ് കണ്ടെയ്ൻ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഉള്ളത് സെൽ ബോഡിയിലാണ്. ഏത് സെല്ലിന്റെ ആയിക്കോട്ടെ സെൽ ബോഡിയിലാണ് ന്യൂക്ലിയസ് ഇരിക്കുന്നത്. ഇനി ഡാഷ് ഇസ് എ ബ്രീഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ബൈ വിച്ച് ഫോർമേഷൻ ഇസ് ട്രാൻസ്മിറ്റഡ് അലോങ്. നേരത്തെ പറഞ്ഞല്ലോ, ആക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ബ്രീഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ബ്രീഫ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വേണം? ആക്ഷൻ പൊട്ടൻഷ്യലിനെ ഓർമ്മ വരണം. ഇനി ഡാഷ് ഇസ് എ കെമിക്കൽ മെസ്സഞ്ചർ മാനുഫാക്ചർഡ് ബൈ ന്യൂറോൺ. ന്യൂറോൺ ഉണ്ടാക്കുന്ന കെമിക്കൽ മെസ്സഞ്ചർ എന്താണ്? ഒരു സംശയമില്ല, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഡാഷ് ഇസ് ലോങ് ആണ്, ഫ്ലൂയിഡ് ഫിൽഡ് ട്യൂബ് ആണ് ദാറ്റ് ക്യാരീസ് ന്യൂറോൺസ് മെസ്സേജ് ടു അനദർ ബോഡി ഏരിയ. ഓക്കെ, ഫ്ലൂയിഡ് ഫിൽഡ് ട്യൂബ് ആണ് ന്യൂറോണിന് മെസ്സേജ് ക്യാരി ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്തിക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ട് ലോങ് ആയിട്ടുള്ള, ഓഫ് കോഴ്സ് ആക്സോൺ ആണ് ലോങ് ആയിട്ട് കിടക്കുന്നത്. ഡാഷ് ഇസ് ദ പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോൺസിന്റെ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഏതാണ്? സിനാപ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് സിനാപ്സ്. ഈ ഒരു ഗ്യാപ്പ് ഇല്ലേ, അതിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന്. ഒരിക്കലും രണ്ട് ന്യൂറോൺസ് വളരെ അടുത്തായിരിക്കില്ല, ആ ഗ്യാപ്പ് വഴി മെസ്സേജ്. ആക്സോണൽ ഫ്ലൂയിഡ്, ആക്സോണിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് ആണ് ആക്സോണൽ ഫ്ലൂയിഡ്. ആക്സോണിന്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് പറയുന്നത് ഫ്ലൂയിഡ് ഫിൽഡ്. ഇവിടെ നോക്കിയേ, ഫ്ലൂയിഡ് ഫിൽഡ് ട്യൂബ്. ആ ട്യൂബിനകത്തുള്ള ഫ്ലൂയിഡ്, ആക്സോണിനകത്തുള്ള ഫ്ലൂയിഡ് ആണ് എന്ത്? ആക്സോണൽ ഫ്ലൂയിഡ്. ഇനി ഡാഷ് ആർ ദ ടൈനി പൗച്ചസ് ഓർ സാക്സ് ഇൻ ദ ആക്സോൺ ടെർമിനൽ ദാറ്റ് കണ്ടെയ്ൻ കെമിക്കൽ കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിക്കുന്ന അറ്റത്തുള്ള സാക്കിന് പറയുന്ന പേരെന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സിനാപ്റ്റിക് വെസിക്കിൾ. ഈ സിനാപ്റ്റിക് വെസിക്കിളിന്റെ അകത്താണ് എന്തിരിക്കുന്നത്? നമ്മുടെ ആക്സോണിന്റെ അറ്റത്തെ, ആക്സോണൽ ടെർമിനലിന്റെ അവിടെ എന്തുണ്ട്? സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ട്. ഈ സിനാപ്റ്റിക് വെസിക്കിളിന്റെ അകത്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇരിക്കുന്നത്. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഇനി ന്യൂറോൺസ് കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ ഫ്രം വൺ ന്യൂറോൺ ടു ദ നെക്സ്റ്റ്. കണ്ടോ, ഒന്നിന്ന് അടുത്തിലേക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന്? ഇന്റർ ന്യൂറോൺസ് വഴിയാണ്. ഡാഷ് ന്യൂറോൺസ് ആണ് എങ്ങനെ വൺ ന്യൂറോൺ ടു നെക്സ്റ്റിലേക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നത്. ഇന്റർ dash is a tiny space between axonal terminal of one neuron and end of axon. ആ ഒരു ഗ്യാപ്പിന് എന്താണ് പറയാ? സിനാപ്റ്റിക് ഗ്യാപ്പ്, സിനാപ്റ്റിക് ജംഗ്ഷൻ. ആ ഒരു ഗ്യാപ്പിന് പറയുന്നതാണ് സിനാപ്റ്റിക് ഗ്യാപ്പ്, സിനാപ്റ്റിക് ജംഗ്ഷൻ. ഈ മെസ്സേജ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് സിനാപ്സ്. അപ്പൊ ആ ഗ്യാപ്പിന് പറയുന്ന പേരെന്താണ്? സിനാപ്റ്റിക് ജംഗ്ഷൻ എന്ന് പറയും, സിനാപ്റ്റിക് ഗ്യാപ്പ് എന്നൊക്കെ. ഇനി ഡാഷ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ന്യൂറോൺ ആക്സോൺസ്. ലാർജ് ബണ്ടിൽ ഓഫ് ന്യൂറോൺ ആക്സോൺ കൊണ്ട് എന്താണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? നെർവ്സ് ആണ്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ചുറ്റിപ്പണി കിടക്കുന്നതാണോ? ഒരുപാട് ആക്സോണിന്റെ ബണ്ടിലാണ്. അവിടെയാണ് നമ്മുടെ കുത്തിയിട്ട് കാനുലേക്ക്. അപ്പൊ ആക്സോണിന്റെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, ആ ഒരു ഗ്യാപ്പിന് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നും പറയും. സിനാപ്റ്റിക് ജംഗ്ഷന് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, സിനാപ്റ്റിക് ഗ്യാപ്പ് എന്നൊക്കെ പറയും കേട്ടോ. ആ ഒരു ഗ്യാപ്പിന് പല പേരുകളിൽ. ഇനി നേഴ്സ്, അതായത് ആക്സോണിന്റെ ഒരു ബണ്ടിലിനെ പറയുന്ന പേരാണ് നേഴ്സ്. ആക്സോണിന്റെ ഒരു ബണ്ടിലാണ് നേഴ്സ് കേട്ടോ. ഇനി ഡാഷ് റെഫർ ടു സിമ്പിൾ ഓട്ടോമാറ്റിക് ബിഹേവിയർ ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്പൈനൽ കോഡ് ആൻഡ് ഒക്കെ വിത്തൗട്ട് ഇൻവോൾവ്മെന്റ് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിൻ അറിയാതെ സ്പൈനൽ കോഡ് തന്നെ ചെറുതൊക്കെ ഡീൽ ചെയ്ത് വരും. അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ, സ്പൈനൽ കോഡ് നിയന്ത്രിക്കുന്ന ബിഹേവിയർ, ബ്രെയിൻ അറിയാതെ സ്പൈനൽ കോഡ് നിയന്ത്രിക്കുന്ന ബിഹേവിയറിനെ സ്പൈനൽ റെഫ്ലെക്സ് എന്നാണ് പറയാ. Reflex movement are moment initiated by sensory receptors which are having synaptic contact within the spinal cord are a basic level of regulation of muscles or gland. Muscles in the gland ഒക്കെ ബേസിക് ലെവൽ ആയിട്ടുള്ള സ്പൈനൽ കോഡ് ഹാൻഡിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് സിനാപ്റ്റിക് റിഫ്ലെക്സ്. The spinal reflex are most basic of all reflex. Reflexകളുടെ ഏറ്റവും ബേസിക് സ്പൈനൽ റിഫ്ലെക്സ് ആണ്. But other parts of central nervous system also contain reflex pathway. ഇവര് മാത്രമല്ല ബാക്കിയുള്ള ഭാഗമുണ്ട്, പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് സ്പൈനൽ റിഫ്ലെക്സുകളാണ്. ഇനി ഡീജനറേഷൻ ഓഫ് ഡാഷ് പ്രൊഡ്യൂസിങ് ന്യൂറോൺസ് ഹാവ് എ ലിങ്ക് ടു പാർക്കിൻസൺ ഡിസീസ്. ഏത് ന്യൂറോൺസിന്റെ ഡീജനറേഷൻ കാരണമാണ് പാർക്കിൻസൺസ് ഉണ്ടാവുക? ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺസിന്റെ ഡീജനറേഷൻ കാരണമാണ് പാർക്കിൻസൺസ് ഉണ്ട്. Okay, degeneration of dopaminergic neurons in the brain is thought to play key role in development of Parkinson's disease. These neurons are vulnerable to degeneration because of their extensive branch and large amount of energy required to send nerve signals. ഭയങ്കര ബ്രാൻഡ് ആയിട്ട് കിടക്കും, ഒരുപാട് എനർജി വേണം അതിലൂടെ ഒരു മെസ്സേജ് പാസ് ചെയ്ത് പോവാൻ. അതുകൊണ്ട് തന്നെ അത് ഡീജനറേറ്റ് ചെയ്ത് നശിച്ചു പോകാനുള്ള ചാൻസ് ആണ്. അങ്ങനെ ഡോപ്പമിനർജിക് ന്യൂറോൺസ് നശിച്ചു പോയി കഴിഞ്ഞാൽ വരുന്ന ഒരു അവസ്ഥയാണ് എന്ത്? പാർക്കിൻസൺ ഡിസീസ്. ഇനി when an action potential reach the axon terminal, synaptic vesicle move towards the, അതായത് ഈ നമ്മളൊരു മെസ്സേജ് ആ ടെർമിനൽ എത്തിക്കഴിഞ്ഞാൽ സിനാപ്റ്റിക് വെസിക്കിൾസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? സെൽ മെംബ്രെയിനിലേക്കാണ്. ആ മെംബ്രെയിന്റെ ഭാഗത്തേക്ക് വെസിക്കിൾസ് ആദ്യം ഇതാ ഇവിടെ അല്ലേ, ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കാം. ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തിക്കഴിഞ്ഞാൽ അത് അതിന്റെ ആ ഒരു മെംബ്രെയിനിലേക്ക് മൂവ് ചെയ്ത് വന്നിട്ടാണ് അടുത്തയിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. സെൽ മെംബ്രെയിൻ ആണ് കേട്ടോ. ഇനി dash are small gaps in myelin sheath surrounding the axons of many neurotransmitters. അതായത് ഈ മൈലിൻ ഷീത്തിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? നോഡ്സ് ഓഫ് റാൻഡിയർ എന്നാണ്. മൈലിൻ ഷീത്തുകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിന്റെ പേരാണ് എന്ത്? നോഡ്സ് ഓഫ് റാൻഡിയർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെൽ ബോഡിയിലേക്ക് മെസ്സേജ് കൊണ്ടുവരുന്ന, ഇൻഫർമേഷൻ കൊണ്ടുവരുന്ന ആരാണ്? ഗ്ലിയാൽ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള സെല്ലാണ്, പക്ഷെ ന്യൂറോൺസ് അല്ല. ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ഗ്ലിയാൽ സെൽസ്. അതായത് ന്യൂറോൺസിന്റെ ന്യൂട്രീഷൻസും ന്യൂറോൺസിന്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് കളയുന്ന ന്യൂറോൺസിന്റെ സർവൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അതാണ് ഗ്ലിയാൽ സെൽസ്. അത് ആക്സോണിൽ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെൻഡ്രൈറ്റിലേക്ക് തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ആക്സോൺ ടു ആക്സോൺ പോവാം, ആക്സോൺ ടു ഡെൻഡ്രോൺ പോവാം, ആക്സോൺ ടു ഡെൻഡ്രൈറ്റും പോവാം, സെൽ ബോഡിയും പോവാം. അതായത് ആക്സോൺ നേരെ സെൽ ബോഡിയിലേക്ക് പോകുന്നതുണ്ട് ചിലത്,
ആക്സോൺ നേരെ ഡെൻഡ്രൈറ്റിലേക്ക് പോകുന്നുണ്ട്, ആക്സോൺ നേരെ ആക്സോണിലേക്ക് പോകുന്നതും ഉണ്ട്. ആക്സോ ഡെൻഡ്രൈറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനാപ്സ് ആണ് സെൽ ബോഡി. സെൽ ബോഡിയിലേക്ക് ഇൻഫർമേഷൻ കൊണ്ടുവരുന്ന ഡെൻഡ്രൈറ്റ് തന്നെയാണ്. ഡെൻഡ്രൈറ്റ് എത്തിക്കഴിഞ്ഞാലേ ബോഡിയിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ. ഡാഷ് ക്യാരി ഇൻഫർമേഷൻ എവേ ഫ്രം സെൽ ബോഡി. ആക്സോൺ ആണ് എവേ കൊണ്ടുവരുന്നത്, ഡെൻഡ്രൈറ്റ് ആണ് കൊണ്ടുപോകുന്നത്, ആക്സോൺ ആണ്. ഏത് ക്വസ്റ്റ്യൻ എടാ? മുമ്പത്തെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല, ഒത്തിരി ഉണ്ട്. പറഞ്ഞു വന്നത് ഇതാണ്. 28th ക്വസ്റ്റ്യൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഡാഷ് ക്യാരി ഇൻഫർമേഷൻ ടുവേർഡ് സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നത് ആരാണ്? ഡെൻഡ്രൈറ്റ് വഴിയാണ് സെൽ ബോഡിയിൽ നിന്ന്. പക്ഷെ ആക്സോൺ ടെർമിനൽ എത്തിക്കഴിഞ്ഞാൽ പല രീതിയിൽ സിനാപ്സ് ചെയ്യാം. മെയിൻ ആയിട്ട് ഡെൻഡ്രൈറ്റിലേക്കാണ് പോകുന്നത്. വളരെ വിരളമായിട്ട് ആക്സോണിലേക്കും സെൽ ബോഡിയിലേക്കും നേരിട്ട് പോകും. 26th question. When an action potential reaches the axonal terminal, synaptic vesicle move toward the. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞാല് ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ കാര്യമാണ് 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാല് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്താണ്? മെസ്സേജ് ആണ്. അപ്പൊ അടുത്തേക്ക് കൊണ്ടുപോണ്ടേ, അടുത്ത സെല്ലിലേക്ക് കൊണ്ടുപോണ്ടേ. അപ്പൊ എന്താക്കും? ഇവിടെ കിടക്കുന്നൊക്കെ വെസിക്കിൾസ് ഇവിടെ വരെ വരും, സെൽ ബോഡിയിലേക്ക് വരും. അതായത് സെൽ മെംബ്രെയിൻ ആണ്. നിങ്ങൾ സെൽ ബോഡി ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ? സെൽ മെംബ്രെയിൻ ആണ്. മെംബ്രെയിന്റെ അടുത്തേക്കാണ്, നോട്ട് സെൽ ബോഡി. ഡി ആണ് ആൻസർ. സെൽ മെംബ്രെയിൻ നേരത്തെ പറഞ്ഞു, മെംബ്രെയിന്റെ അടുത്തേക്കാണ് വരുന്നത്. അവിടെ വരണല്ലോ, അറ്റത്തേക്ക് വരണം, നല്ല അറ്റത്തേക്ക് ക്ലാസ് ചെയ്ത് പോവാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഡൗട്ട് ചോദിക്കണം കേട്ടോ. In disease such as multiple sclerosis, progressive deterioration of the dash lead to jerky, uncoordinated movement in affected person. Multiple sclerosis ഇങ്ങനെ എന്താണ്, എന്ത് കാരണമാണ് ഭയങ്കര ജെർക്കി ആയിട്ടുള്ള അൺകോർഡിനേറ്റഡ് മൂവ്മെന്റ്സ് എന്ത് ഡിറ്റോറിയേറ്റ് ആയിട്ടാണ്? അതായത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിൽ നിന്ന് രോഗം ഇങ്ങനെ ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഏത് എന്ത് ഡിറ്റോറിയേറ്റ് ആയിട്ടാണ്? മൈലിൻ ഷീത്ത്, നമ്മുടെ മൈലിൻ ഷീത്ത് ഡിറ്റോറിയേറ്റ് ആവുന്ന ഒരവസ്ഥയാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. അവിടെ നമുക്ക് കൈയൊക്കെ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. അൺകോർഡിനേറ്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് വരിക. ഇനി the best known imaging technique and the first one developed for widespread use is an X-ray scanning procedure called DASH. കണ്ടോ? ഇമേജിങ് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബോഡിയുടെ ഉള്ളിലത്തെ ഇമേജ് എടുക്കാൻ പറ്റുന്ന എക്സ്റേ ഉപയോഗിച്ചിട്ടുള്ള ആദ്യമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്, അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നിക് ഏതാണ്? CT സ്കാൻ ആണ്. നമ്മൾ മെയിൻ ആയിട്ടുള്ള 4 ഇമേജിംഗ് ടെക്നിക്സ് ആണ് വരുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി ഉണ്ട്, MRI ഉണ്ട്, പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അല്ലെങ്കിൽ PT ഉണ്ട്, FMRI ഉണ്ട്, ഫങ്ഷണൽ MRI ഉണ്ട്. ഇതില് CT സ്കാൻ ആണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി. ഇതാണ് ഏറ്റവും കൂടുതൽ. അതാണ് scan a series of X-ray images ഉപയോഗിച്ചിട്ട് converted into cross-sectional images of your brain. These X-rays are combined to form cross-sectional slices or even a 3D model of your brain. ബ്രെയിന്റെ 3D മോഡൽ, ബ്രെയിനൊക്കെ CT എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി MRI ആണെങ്കിലോ, CTയിൽ എക്സ്റേസ് ആണ് ഉപയോഗിക്കുന്നത്. MRIയിൽ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി ക്ലിയർ ഉള്ള പിക്ചർ ആണ് കിട്ടുക. അതാണ് CTക്ക് 1000-1500 ഉണ്ടെങ്കിൽ MRIക്ക് 8000 9000 ഒക്കെ ആണ്. In a positron emission tomography scan uses a radioactive tracer that attaches to the glucose in your bloodstream, since your brain uses glucose as primary fuel source. കണ്ടോ? എന്താണ് ചെയ്യുന്നത്? ഒരു റേഡിയോ ആക്റ്റീവ്, അതായത് ആദ്യം ഗ്ലൂക്കോസ് കുത്തി വെച്ചിട്ട് അത് ചെയ്യാം. അത് റേഡിയോ ആക്റ്റീവ് ട്രേസർ ആണ്. ഗ്ലൂക്കോസ് വെച്ചിട്ട് ബ്ലഡ് സ്ട്രീമിൽ കൂടി ഗ്ലൂക്കോസ് വെച്ചിട്ട് നമ്മൾ പിക്ചർ എടുക്കുന്ന രീതിയിലൊരു ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്, PET, പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഇനി FMRI ഉണ്ട്, ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ആണ്. Can detect changes in blood flow and oxygen level that result from a brain's activity. ബ്ലഡ് ഫ്ലോ, ഓക്സിജൻ ലെവലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു MRI ആണ് ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. അതും മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഹൈഡ്രജൻ ആറ്റംസിനെയും അതുപോലെ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടി ക്ലിയർല്, അതായത് മെഷർ ചെയ്യും ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ്, ഓക്സിജൻ ലെവൽ എത്രയാണ്, കറക്റ്റ് മെഷർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ്. ഫങ്ഷൻ ആണ്, എത്ര ഒഴുകുന്നുണ്ട്, എത്ര ഉണ്ട് എന്ന ഫങ്ഷൻ ആണ് കാണിച്ചു തരാം. മറ്റേത് MRI പിക്ചർ ആണ് കാണിച്ചു തരാം. ഓക്കെ ആണോ?
ഓക്കെ ആണോ? നിങ്ങൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സേപ്പിന്റെ ക്രാഷ് ജോയിൻ ചെയ്യാം. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഏത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി മാത്രമല്ല കേട്ടോ, നിങ്ങൾ പി ജിക്ക് പോകുന്നതിന് മുന്നേ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ 1 month ക്രാഷ് കോഴ്സിന് വെറും 999 rupees ആണല്ലോ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഈ ആൻസർ ഒന്നുകൂടി പറയാനാണോ ദേവിക? ദേവിക എന്താ മോളെ മനസ്സിലായില്ല? ഒന്നുകൂടെ പറയുന്നത് എന്താണ്? ആൻസർ ആണോ? അതായത് CT എന്ന് പറയുന്നത് എക്സ്റേ ഉപയോഗിച്ചിട്ട് ബ്രെയിനിന്റെ പിക്ചർ എടുക്കുന്ന സ്കാനിങ് മെത്തേഡാണ്, അല്ലെങ്കിൽ ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക് എന്നാണോ പറയാ. MRI എന്ന് പറയുന്നത് ടിഷ്യൂസിന്റെ ഓർഗൻസിന്റെ ഒക്കെ പിക്ചർ എടുക്കുന്നതാണ്. പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ട്രേസർ ഉപയോഗിച്ചിട്ട് ഒരു മരുന്ന് കുത്തിവെച്ചിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ അത് പാസ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള പിക്ചേഴ്സ് എടുക്കുന്നതാണ്. ഫങ്ഷണൽ മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് എന്ന് പറയുന്നത് അഗെയിൻ എന്താണ്? ബ്ലഡ് ഫ്ലോ, നമ്മള് ബ്ലഡ് ഫ്ലോന്റെ അളവ്, ഓക്സിജൻ ലെവല് ഒക്കെ എത്രയാണ്, ബ്രെയിൻ ആക്ടിവിറ്റി എത്രയാന്നൊക്കെ മനസ്സിലാവാൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the pseudoscience associated with the study of the skull and personality became known as. ഒരു സ്യൂഡോ സയൻസ് ഉണ്ടായിരുന്നു, സയൻസ് അല്ല സ്യൂഡോ, ഒരു ഫേക്ക് സയൻസ് ഉണ്ടായിരുന്നു സ്കള്ളിനെയൊക്കെ പറ്റി പഠിക്കുന്നത്. അതാണ് ഫ്രീനോളജി. ഫ്രീനോളജി എന്നാണ് കേട്ടോ പറയാ. The study of the conformation of the skull based on the belief that it is indicate of mental faculties and characters. പണ്ട് ഉണ്ടായിരുന്നു എന്താണ്, ഉളി വെച്ചിട്ട് നമ്മുടെ തലയിൽ ഒരു ഓട്ട ഉണ്ടാക്കും. അതായത് പണ്ട് മെന്റൽ ഡിസോർഡർ, മാനസിക രോഗം ഉണ്ടാവുന്നത് ദൈവം കയറിയിട്ടാണ് അല്ലെങ്കിൽ പിശാജ് കയറിയിട്ടാണെന്നും പറഞ്ഞിട്ടാണ്. അപ്പൊ ഈ പിശാജിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താക്കും, സ്കള്ളിൽ ഒരു ഓട്ട ഇടും. ഈ ഓട്ട ഇടുന്ന ആള് പറയാ ഷോമാൻ എന്നാണ്. ഈ ഓട്ട ഇടുന്ന പ്രക്രിയക്ക് നമ്മൾ ട്രിഫിനിങ് എന്നാണ് പറയും. അങ്ങനെ ഒരു സ്യൂഡോ സയൻസ് ആണ് ഫ്രീനോളജി. ന്യൂറോ സയൻസ് എന്താണ്? സംതിങ് റെഫേർഡ് ടു ആസ് നാച്ചുറൽ സയൻസ് ആണ്. ഇറ്റ്സ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. കണ്ടോ, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനെ പറ്റി സയന്റിഫിക്കലി പഠിക്കുന്നതാണ് ന്യൂറോ സയൻസ്. ഇനി ന്യൂറോ സൈക്കോളജിയോ, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും കാരണം ഉണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ് ന്യൂറോ സൈക്കോളജി. ഈ ബയോ സയൻസ് അറിയാലോ, ബയോളജി പഠിപ്പിക്കുന്നതാണ് ബയോസയൻസ്. The dash of an organism is the full sequence of genes found on the chromosome with the associated DNA. Question നോക്കണേ, ചുറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, the dash of an organism is full sequence of genes. Full sequence of ഒരു ഓർഗാനിസത്തിന്റെ full sequence of genes found on the chromosome ഏതാണ്? ജീനോം എന്നാണ് പറയുന്നത്. നോക്കിക്കേ, genome is the entire set of genetic instructions found in a cell. കണ്ടോ, ഒരു സെല്ലിന്റെ entire genetic instructionനെ വിളിക്കുന്ന പേരാണ് genome. In humans, the genome consists 23 pair of chromosome found on the nucleus, as well as small chromosome found in the cell mitochondria. Each set of 23 chromosome എന്തുണ്ട്? Approximately 3.1 billion bases of DNA sequence ഉണ്ട്. നോക്കിക്കേ, ഓരോ 23 ക്രോമസോമിൽ എന്തുണ്ട്? ഓരോ ക്രോമസോമിലും 3.1 ബില്യൺ ബേസ് ഓഫ് DNA സീക്വൻസ് ഉണ്ട്. ഇനി ജനറ്റിക്സ് എന്താണ്? ഹെറിഡിറ്ററിയെ പറ്റിയിട്ട് സയന്റിഫിക്കലി, അതായത് പാരമ്പര്യത്തിന് ഹെറിഡിറ്ററിയെ പറ്റിയിട്ട് സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന ബ്രാഞ്ചാണ് എന്ത്? നമ്മുടെ ജനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി എക്സ് ആൻഡ് വൈ ക്രോമസോം അറിയാലോ. they determine the biological sex reproductive. അതായത് XX ആണെങ്കിൽ മെയിൽ ആണ്, XY ആണെങ്കിൽ XX ഫീമെയിൽ ആണ്, XY ആണ് മെയിൽ ആവുന്നത്. അതായത് എക്സ് റിസീവ് ചെയ്യുന്നത് മദറിൽ നിന്നാണ്, Y സെക്സ് ക്രോമസോം ഫാദറിൽ നിന്നുമാണ് വരുന്നത്. ഇനി റിസർച്ചേഴ്സ് ഇത് പറഞ്ഞ കേട്ടോ, X and Y chromosome are one such pair. They determine the biological sex, reproductive organs, and sexual characteristics that develop in a person. Female excess mammals inherit one X chromosome from each parent, but males ആണെങ്കിൽ, ഫീമെയിൽ ആണെങ്കിൽ XX, ഒരാൾ ഫീമെയിൽ കുട്ടിയാണെങ്കിൽ രണ്ടാളിന്ന് ഓരോ X എടുക്കുക. മെയിൽ കുട്ടിയാണെങ്കിൽ എന്താണ്, അമ്മയിൽ നിന്ന് എക്സും അച്ഛനിൽ നിന്ന് വൈയുമാണ് എടുക്കുക. അങ്ങനെയാണ് മെയിൽ എന്താവുന്നത്? XY ആയി മാറുന്നത്. ഇനി
Researchers in the field of human behavior genetics unite dash and psychology to explore the causal link between inheritance and behavior. കണ്ടോ, ഹ്യൂമൻ ബിഹേവിയർ ജെനറ്റിക്സ് ആരുമായിട്ടും സൈക്കോളജിയുമായിട്ട് കൂടി ചേർന്നിട്ടാണ് ഇൻഹെറിറ്റൻസും ബിഹേവിയറും ഒക്കെ തമ്മിലുള്ള, അതായത് പാരമ്പര്യവും സ്വഭാവവും തമ്മിലുള്ള ബന്ധം പഠിക്കുക. ഓക്കെ, ഹ്യൂമൻ ബിഹേവിയർ ജെനറ്റിക്സ് ആരെ കൂടെ ചേർന്നിട്ടാണ് മനുഷ്യനും അതുപോലെ തന്നെ അയാളുടെ സ്വഭാവവും പാരമ്പര്യവും തമ്മിലുള്ള ബന്ധമൊക്കെ പഠിക്കുക. ജെനറ്റിക്സ് ആരെ കൂടാണ്? കാരണം എന്താണ്? ജെനറ്റിക്സ് ഹെറിഡിറ്റിനെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചാണ്. അപ്പം ബിഹേവിയറൽ ജെനറ്റിക്സും ജെനറ്റിക്സ് ആൻഡ് സൈക്കോളജി, അതായത് ബിഹേവിയറൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ജെനറ്റിക്സും സൈക്കോളജിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരാളുടെ സ്വഭാവം പഠിക്കുന്നത്. ജനിതകവും പഠിക്കുന്നുണ്ട്, സൈക്കോളജിക്കൽ വശവും പഠിച്ച ഒരാളെ പഠിക്കുന്നതാണ് ബിഹേവിയറൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി researchers in the field of dash provide evolutionary explanation for social behavior. എവല്യൂഷൻ, അതായത് നമ്മൾ പരമ്പരാഗതമായിട്ട്, അതായത് നമ്മുടെ പൂർവികർ, നമ്മുടെ കൊരങ്ങന്മാരായിട്ടുള്ള നമ്മുടെ പൂർവികരിൽ നിന്നാണ് പല സ്വഭാവം നമ്മൾക്ക് വന്നിട്ടുള്ളത് എന്നാണ് എവല്യൂഷൻകാർ പറയുന്നത്. അപ്പം ഇവിടെ ഏത് ഫീൽഡാണ് ഈ എവല്യൂഷൻകാരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്? സോഷ്യോ ബയോളജി ആണ് എവല്യൂഷനാരെ സപ്പോർട്ട് ചെയ്യുന്നത്. സോഷ്യോ ബയോളജി ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബയോളജിക്കൽ, especially ecological and evolutionary aspect of social behavior in animal and humans. കണ്ടോ, ആനിമൽസിനും ഹ്യൂമൻസിനും ഉള്ള ബയോളജിക്കൽ, അതായത് എക്കോളജിക്കൽ ആൻഡ് എവല്യൂഷണറി. എവല്യൂഷണറി വെച്ചാൽ നമ്മുടെ സാധാ എവല്യൂഷൻ അല്ല കേട്ടോ, നമ്മുടെ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ ഒന്നല്ല കേട്ടോ, നമ്മുടെ കൊരങ്ങനായിട്ടുള്ള മുതുമുത്തച്ഛൻ എന്ന്. ഇനി എവല്യൂഷണറി സൈക്കോളജി ആണെങ്കിലോ എവല്യൂഷണറി ബേസിസിൽ പഠിക്കുന്നതാണ്. ഫ്രീനോളജി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, ഒരു സ്യൂഡോ സയൻസ് ആണ്, സ്കള്ളിനെയൊക്കെ പറ്റി പഠിക്കുന്ന സ്യൂഡോ സയൻസ് ആണ്. ആന്ത്രപ്പോളജി എന്ന് പറയുന്നത് കൾച്ചറിനെ പറ്റി സയന്റിഫിക്കലി പഠിക്കുന്ന, ഹ്യൂമൻ കൾച്ചർ, സൊസൈറ്റി, ലിംഗ്വിസ്റ്റിക്കിനൊക്കെ പറ്റിയിട്ട് സയന്റിഫിക്കലി പഠിക്കുന്ന വിഭാഗമാണ് ആന്ത്രപ്പോളജി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി the reticular formation has long tract of fiber that run to the dash, which channels incoming sensory information to the appropriate area of cerebral cortex where the information is processed. Wait a second, മക്കളെ, എനിക്ക് ഒരു ഓൺലൈൻ പേഷ്യന്റ് ഉണ്ടായിരുന്നേ, അവരോടൊന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്. ഓക്കെ, 9 മണിയാകുമ്പോഴേക്കും തീരുമെന്ന് പറഞ്ഞായിരുന്നു. എന്നാലും ഒരു 10 മിനിറ്റ് കൂടി. ഒരു മിനിറ്റ് ലോഡ് ആവട്ടെ. അപ്പൊ റെറ്റിക്കുലർ ഫോർമേഷന് ലോങ് ട്രാക്ട് ഓഫ് ഫൈബർ ഉണ്ട്. അത് എങ്ങോട്ടാണ് റൺ ചെയ്യുന്നത്? റൺ ടു ദ ഡാഷ് വിച്ച് ചാനൽസ് ഇൻകമിങ് സെൻസറി ഇൻഫർമേഷൻ. ആ ചാനലിലൂടെയാണ് സെൻസറി ഇൻഫർമേഷൻ വരുന്നത് ടു അപ്രോപ്രിയേറ്റ് ഏരിയാസ്. അതായത് സെൻസറി ഇൻഫർമേഷൻ കണ്ണിന്ന് വരുന്നത് അപ്രോപ്രിയേറ്റ് സെറിബ്രൽ കോർട്ടക്സിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ പിന്നെ ചെവിന്ന് വരുന്ന അപ്രോപ്രിയേറ്റ് ഏരിയയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? തലാമസ് ആണ് കേട്ടോ. അതായത് റെറ്റിക്കുലാർ ഫോർമേഷന് ലോങ് ട്രാക്സ് ഉണ്ട്. അത് എങ്ങോട്ട് റൺ ചെയ്യുന്നുണ്ട്? തലാമസിലേക്ക്. തലാമസ് ആണ്, ഇത് കണ്ണിന്റേതാണ്, കണ്ണിന്റെ ഏരിയയിലേക്ക്. ഇത് ചെവിയുടെ ആണ്, ചെവിയുടെ ഏരിയയിലേക്ക് വന്നിട്ട് പാസ് ചെയ്യുന്നത്. The thalamus is called relay station because thalamus fulfill the function of relay station. Relay station ആയിട്ടാണ് റെറ്റിക്കുലർ ഫൈബേഴ്സ് കൊണ്ടുവരുന്നത് ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. സിനാപ്റ്റിക് ഇന്റഗ്രേഷൻ സെന്റർ ഫോർ എ ഫസ്റ്റ് പ്രോസസിംഗ് ഓഫ് സെൻസറി സിഗ്നൽസ്. അവിടെ ഇങ്ങനെ വന്ന് കെട്ടിക്കെടുക്കുക കുറെ സെൻസറി. ഇത് കണ്ണിന്റാണ്, ഇത് മൂക്കിലാണ്, ഇങ്ങനെ കൊടുക്കുന്നത് നമ്മുടെ റിലേ സ്റ്റേഷൻ ആയിട്ടുള്ള തലാമസ് ആണ്. ഇനി the dash, which is the largest of the limbic system structure, plays an important role in acquisition of memories. നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലെ മെമ്മറീസിന്റെ സീറ്റ് ആയിട്ട് ഹിപ്പോക്യാമ്പസ് ആണ്. മെമ്മറിയുടെ സീറ്റ് തന്നെ അറിയപ്പെടുന്നത് ലിംബിക് സിസ്റ്റത്തിലെ ഹിപ്പോക്യാമ്പസ് ആണ്. ഹിപ്പോക്യാമ്പസ് ഒരു സ്മോൾ കർവ്ഡ് ഫോർമേഷൻ ഇൻ ദ ബ്രെയിൻ ആണ്. നമ്മുടെ ലിംബിക് സിസ്റ്റത്തിന് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. ഹിപ്പോക്യാമ്പസ് is involved in the formation of new memories and is also associated with the learning and
ഇമോഷൻസ്. കാരണം പുതിയ മെമ്മറി ഉണ്ടാക്കുന്നത്, മെമ്മറി ഇടിക്കുന്നത്, ലേണിംഗിലും ഇമോഷനിലും ഒക്കെ ഹിപ്പോക്യാമ്പസിൽ പങ്കുണ്ട്. The area where the axon connect to soma. Soma cell body ആട്ടോ. ആക്സോണും സെൽ ബോഡി കണക്ട് ആവുന്ന ഏതാണ്? ആക്സോൺ ഹില്ലോക്ക് വഴിയാണ്. ആക്സോൺ ഹില്ലോക്ക് വഴിയാണ് എന്ത് ഒരു 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 പ്രത്യേക ഭാഗമുണ്ട്, ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ ഒരു ആക്സോൺ ഹില്ലോക്ക് വരും. ഈ സോമയെയും ആക്സോണെയും ബന്ധിപ്പിക്കാൻ ഈ ഒരു പിക്ചറിൽ കാണുന്നില്ല. ആക്സോൺ ഹില്ലോക്ക് ഇതാണ് ആക്സോൺ ഹില്ലോക്ക് ആയിട്ട് ഇവിടെ ആട്ടോ വരാം. ആക്സോൺ ഹില്ലോക്ക് പിക്ചറിൽ കാണുന്നില്ല. ആക്സോൺ ഹില്ലോക്ക് അതായത് സെൽ ബോഡിനെയും ആക്സോണെയും കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് എന്ത് ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത്. ഇനി dash are thread-like strands of DNA molecules that form the DNA segment. DNA molecule കാണുന്ന thread-like എന്താണ്? ക്രോമസോം ആണ് കേട്ടോ. Each chromosome is made up of protein ആണ് and a single molecule of DNA. പ്രോട്ടീനും ഒരു സിംഗിൾ മോളിക്യൂൾ DNA, deoxyribonucleic acid. നേരത്തെ താരയാണോ തിരയാണോ? തിര ചോദിച്ച നല്ല പേര് കേട്ടോ, തിര ചോദിച്ചത് ജീനോടൈപ്പും ഫീനോടൈപ്പും എന്താണ്? ജീനോടൈപ്പ് എന്ന് പറയുന്നത് hereditary information of the organism in the form of gene in DNA. Hereditary information, അച്ഛന്റെ കളറ്, അമ്മയുടെ ദേഷ്യം, വല്യമ്മയുടെ വാശി, അല്ലെ, and remain the same throughout the life. For example, blood group, eye color, height, genetic disease. അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതൊക്കെയാണ് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നതാണ് ജീനോടൈപ്പില്. ഫീനോടൈപ്പോ is the character of an organism which are visible or as known as phenotype. നമ്മൾ കാണിക്കുന്ന വിസിബിൾ ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എന്ത് ജീനോടൈപ്പ്. നമ്മൾ കാണിക്കുന്ന വെയിറ്റ്, ഫിസിക്, നമ്മുടെ കാണിക്കുന്നതാണ്, നമ്മുടെ ബോഡിയിലൊക്കെ കാണിക്കുന്നതാണ് എന്ത് ആ കാര്യമാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി ജീനോം ഇസ് ദ എൻറ്റയർ സെറ്റ് ഓഫ് ജനറ്റിക് ഇൻസ്ട്രക്ഷൻ ഫൗണ്ട് ഇൻ എ സെൽ. ഒരു സെല്ലിൽ കാണുന്ന മൊത്തം ആ ജനറ്റിക് ഇൻഫർമേഷനെയാണ്, ഇൻസ്ട്രക്ഷനെയാണ് ജീനോം എന്ന് പറയുന്നത്. തിര ഓക്കെ ആണോ? ജീനോടൈപ്പും ഫീനോടൈപ്പും. ഇനി the hypothalamus maintain the body's internal equilibrium or hypothalamus internal equilibrium അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിസ്, ഇന്റേണൽ ഈക്വിലിബ്രിയം, ഇന്റേണൽ ബാലൻസിനൊക്കെ പറയുന്ന പേരാണ് ഹോമിയോസ്റ്റാറ്റിസ്. അപ്പൊ ബോഡിയുടെ ഇന്റേണൽ ഈക്വിലിബ്രിയം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിസ് കാത്തു സൂക്ഷിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി the production of new brain cell from naturally occurring stem cells are called. കണ്ടോ, നാച്ചുറലി സ്റ്റെം സെൽസിൽ നിന്ന് പുതിയ ന്യൂ ബ്രെയിൻ സെൽസ് ഉണ്ടാവുന്നത്, നാച്ചുറലി സ്റ്റെം സെൽസിൽ നിന്ന് പുതിയ ബ്രെയിൻ സെല്ല് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ന്യൂറോജെനസിസ് എന്നാണ്. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ന്യൂ ന്യൂറോൺസ് ആർ ഫോംഡ് ഇൻ ദ ബ്രെയിൻ. പുതിയ സ്റ്റെം സെല്ലിൽ നിന്ന് പുതിയ ബ്രെയിൻ സെല്ല് ഉണ്ടാവുന്നതാണ് എന്ത്? ന്യൂറോജെനസിസ്. അജെനസിസ് എന്താണ്? ലാക്ക് ഓർ ഫെയിലിയർ ഓഫ് ഡെവലപ്മെന്റ്. ഏതെങ്കിലും ബോഡി പാർട്ട് വളരാതിരിക്കുന്ന അവസ്ഥയാണ്. ചിലർക്ക് കൈയൊന്നും ഉണ്ടാവില്ല, കുഞ്ഞായിട്ടൊക്കെ ഇരിക്കുന്നത്, അതാണ് അജെനസിസ്. പ്ലാസ്റ്റിക് സർജറി അറിയാലോ, ട്രീറ്റ്മെന്റ് ആണ്. ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്ക്, ബ്രെയിനിന്റെ പിക്ചർ എടുക്കുന്നതിനെയാണ് ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി എണ്ണം പഠിച്ചു, PET, CT, MRI. പിന്നെ റിസർച്ചേഴ്സ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദ പെർഫോമൻസ് ഓഫ് ദി ബ്രെയിൻ ആസ്. ബ്രെയിനിന്റെ പെർഫോമൻസ് ചേഞ്ച് ആവുന്നതിന് റിസർച്ചേഴ്സ് പറയുന്നത് പ്ലാസ്റ്റിസിറ്റി എന്നാണ്. ഇപ്പം നിങ്ങൾ ബ്രെയിൻ ആക്സിഡന്റ് കണ്ടിട്ട്, ബ്രെയിൻ ആക്സിഡന്റ് കഴിഞ്ഞ ചില ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നടന്ന ഉടനെ പേരും ഊരും ഒന്നും അറിയില്ല, അല്ലെങ്കിൽ സംസാരിക്കാനൊന്നും പറ്റില്ല. പിന്നെ അവർ പതുക്കെ സംസാരിച്ചൊക്കെ തുടങ്ങും. അതായത് ഡാമേജ് ആയിട്ടുള്ള ബ്രെയിനും പിന്നെയും ചേഞ്ച് ആയി വരുന്ന അവസ്ഥയ്ക്കാണ് പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. Neuroplasticity, also known as neural plasticity or brain plasticity, is the ability of neural network in the brain to change through growth and reorganization. ഒന്ന് ചേഞ്ച് ചെയ്ത് റീഗ്രോത്ത് ചെയ്യുക അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്ത് മാറാൻ പറ്റുന്ന അവസ്ഥയ്ക്കാണ് അല്ലെ. ബ്രെയിൻ ഇഞ്ചറി ഒക്കെ പറ്റിക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ കുറച്ചൊക്കെ ഓക്കെ ആയി വരുന്നത് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി കാരണമാണ്. ഓക്കെ, ന്യൂ ബ്രെയിൻ സെൽസ് നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്ന്, അതായത് സ്റ്റെം സെല്ലിൽ നിന്ന് ബ്രെയിൻ സെൽസ്, പുതിയ ബ്രെയിൻ സെൽ ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? ന്യൂറോജെനസിസ്.
ഇവിടെ ഏതെങ്കിലും ബോഡി പാർട്ടൊക്കെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ, ചെറുതായി പോകുന്ന അവസ്ഥ ഉണ്ടല്ലോ, കൈയൊക്കെ ചെറുതായി പോവാ, കാലൊക്കെ ചെറുതായി പോവാ, അതിനെയാണ് അജനിസിസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും സ്കിന്നിലൊക്കെ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി. ബ്രെയിനിന്റെ ഇമേജ് എടുക്കുന്ന ടെക്നിക്കാണ് ബ്രെയിൻ ഇമേജ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ദ ഡാഷ് ഇസ് ഓഫൺ കോൾഡ് ആസ് മാസ്റ്റർ ഗ്ലാൻഡ്. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. കാരണം പല ഗ്ലാൻഡ്സിനെയും നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പല എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെയും നിയന്ത്രിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയതുകൊണ്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഡാഷ് ക്യാരീസ് ഇൻ സെൻസറി ഇൻഫോർമേഷൻ വിയ അഫറന്റ് നെർവ് ഫൈബേഴ്സ് from the receptors throughout the body to the brain and conduct information via afferent nerve fibers from the brain to the muscle and glands. കണ്ടോ, ആരാണ് അഫറന്റ് നെർവ്സിലൂടെ ബ്രെയിനിലേക്ക് മെസ്സേജ് എത്തിച്ച് അവിടെ തിരിച്ച് മെസ്സേജ് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്തിക്കുന്നത്? സ്പൈനൽ കോഡാണ്. സെൻസറി ഇൻഫർമേഷന് മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ സ്പൈനൽ കോഡ് വഴി. ഡാഷ് ഇൻ ദ സ്പൈനൽ കോഡ് that carry information from the brain to the muscle and glands throughout the body. അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? ഇഫറന്റ് നെർവ് ആണ്. ശ്രദ്ധിക്കണേ, അങ്ങോട്ട് മെസ്സേജ് കൊണ്ടുവന്ന് അഫറന്റ് നെർവ്. മെസ്സേജ് അങ്ങോട്ട് കൊണ്ടുവന്ന നെർവ് ആരാണ്? അഫറന്റ്. ഇങ്ങോട്ട് അതായത് സൂചി കുത്തി എന്നുള്ള മെസ്സേജ് അഫറന്റ് ആണ് കൊണ്ടുവരാം. ഇങ്ങോട്ട് കൈ വലിച്ചോ എന്നുള്ളത് ഇഫറന്റ് നെർവ് ആണ്. അതാണ് ഡാഷ് ഇൻ ദ സ്പൈനൽ കോഡ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം ഇഫറന്റ് ആണ്. ടു ആരാണ്? ടു ബ്രെയിൻ ആരാണ്? ടു ബ്രെയിൻ അഫറന്റ് ആണ്. ഓക്കെ ആണോ? ടു അഫറന്റ് ഫ്രം ഇഫറന്റ്. ഓക്കെ ആണോ? ഇനി വാട്ട് ആർ ദ ടു പാർട്സ് ഓഫ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം അറിയാലോ, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക്കും. ഇനി ദ ബ്രെയിൻ ഹാസ് 4 lobes. ഏതൊക്കെയാണ്? ഒസിപ്പിറ്റൽ, ഫ്രണ്ടൽ, ടെമ്പോറൽ ആൻഡ് പറൈറ്റൽ ആണ് കേട്ടോ. 4 ലോബാണുള്ളത്. ഒസിപ്പിറ്റല്, ടെമ്പോറല്, പറൈറ്റല്, അതുപോലെ തന്നെ ഫ്രണ്ടൽ ലോബ്. ഇനി ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ വിത്ത് ദ അസോസിയേഷൻ യൂണിറ്റ് ഓഫ് ദി ബ്രെയിൻ ആർ നോട്ട് അസോസിയേറ്റഡ്. ഈ അസോസിയേഷൻ യൂണിറ്റ് അസോസിയേറ്റഡ് ആവാത്തത് ഇതിലേതാണ്? അതായത് അസോസിയേഷൻ യൂണിറ്റിന്റെ പണികൾ പറഞ്ഞുതരാം. സെൻസറി ഇൻഫർമേഷന് ഇന്നർ ഡ്രൈവ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് സെൻസറി ഇൻഫർമേഷൻ വിത്ത് ഇന്നർ ഡ്രൈവ്. വിശന്നിരിക്കുന്നവന് വേഗം ഭക്ഷണോ ഹോട്ടലോ കാണുന്നത് അസോസിയേറ്റീവ് യൂണിറ്റ് ആണ്. ഇന്നർ ഡ്രൈവ് എന്താണ്? വിശക്കുന്നു, അപ്പൊ വേഗം ഹോട്ടൽ കാണിച്ചു കൊടുക്കും. ഇനി ഇമേജറി, സെൻസറി ഇവന്റ്സിന്റെ ഇമേജറി ഉണ്ടാക്കുന്നതും അസോസിയേഷൻ യൂണിറ്റ്സ് ആണ്. ഡ്രൈവ് ദ ആക്ഷൻ ഓഫ് മോട്ടോർ യൂണിറ്റ്. മോട്ടോർ യൂണിറ്റിന്റെ ആക്ഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും അസോസിയേറ്റീവ് യൂണിറ്റ് ആണ്. പക്ഷെ സെൻസറി ഇൻഫർമേഷനെ ഇമോഷനായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അതായത് അസോസിയേഷൻ യൂണിറ്റിന്റെ പണി ഒന്ന് ഡ്രൈവിനെയും അതുപോലെ തന്നെ സെൻസറി ഇൻഫർമേഷനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കുക, ഇമേജറി ഉണ്ടാക്കിപ്പിക്കുക, അതുപോലെ തന്നെ മോട്ടോർ യൂണിറ്റിന്റെ ആക്ഷൻസ് ഡ്രൈവ് ചെയ്യുക, എൻഹാൻസ് ചെയ്യാൻ സഹായിക്കാന്നൊക്കെയാണ്. അതൊരിക്കലും ഇമോഷനുമായിട്ട് കണക്റ്റഡ് അല്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ലോബ് ഓഫ് ദി ബ്രെയിൻ ഇസ് ഓൾസോ നോൺ ആസ് ഓഡിറ്ററി കോർട്ടെക്സ്? ഓഡിറ്ററി കോർട്ടെക്സ് ആയിട്ടുള്ള ലോബ് ഏതാണ്? ഫ്രണ്ടൽ, ടെമ്പോറൽ, ഒസിപ്പിറ്റൽ, പറൈറ്റൽ. ടെമ്പോറൽ ആണ് കേട്ടോ. അപ്പൊ ലോബുകളും അതിന്റെ ഫങ്ഷൻസും ഞാനൊരു നമ്മുടെ നോട്ട് ഉണ്ട്, അത് കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഐ മീൻ അതൊന്ന് ഗ്രൂപ്പിൽ ഇട്ടുതരാം. നമ്മുടെ നോട്ട് ഉണ്ട് കേട്ടോ. 4 ലോബുകളും ഏത് ഫങ്ഷൻസ് ആണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു ലോബ് എന്തായാലും ചോദിക്കാം. നോക്കിക്കേ, ബ്രെയിനിന്റെ 4 ലോബുകൾ ഏതാണെന്ന്. ഫ്രണ്ടൽ, ഒസിപ്പിറ്റൽ, പറൈറ്റൽ, ടെമ്പോറൽ. ഒസിപ്പിറ്റലും ഫ്രണ്ടലും തന്നിട്ടുണ്ട്. അപ്പൊ ടെമ്പോറലും പറൈറ്റലും ആണ് 4 ലോബ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? 48 ഒന്നുകൂടി പറയാന്ന് വെച്ചിട്ടുണ്ട്. അതായത് ബ്രെയിനിലെ അസോസിയേഷൻ യൂണിറ്റ് ഉണ്ട്. അതിന്റെ പണി അല്ലാത്തത് ഏതാണ്? പണി അല്ലാത്തത് നമ്മുടെ എന്താണ്? സെൻസറി ഇൻഫർമേഷൻ ഇമോഷനുമായിട്ടൊന്നും കണക്റ്റഡ് അല്ല. എൻഡോക്രൈൻ ഗ്ലാൻസിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് കാണാറില്ല. ഞാൻ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെയും ലോബ്സിന്റെയും ഒക്കെ നമ്മുടെ നോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചുതരാം. ആ ഭാഗം മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ? നമ്മുടെ നോട്ടിൽ അത് നമുക്ക് എൻട്രൻസിനായിട്ട് നോട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ആ നോട്ടില്
നമ്മൾ വിശദമായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. കാണിച്ചു തരാം. ആ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മെയിൻ ആയിട്ട് നെർവസ് സിസ്റ്റത്തിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ലോബിനെ പറ്റിയിട്ട് അവസാനം നമ്മളൊരു ഫ്ലോ ചാർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ അയച്ചാൽ ഇതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു ബോക്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലോബ്സിന്റെ മാത്രം. ഈ ഒരു ബ്രെയിൻ റീജിയന്റെ ചാർട്ട് ഞാൻ അയച്ചുതരാം. ഇതൊന്ന് തറോ ആയിട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ആണോ? അപ്പോ ഇനിയുള്ളത് നമുക്ക് നാളെ ബാക്കിയുള്ള സംശയങ്ങൾ നാളെ രാവിലെയും കൂടെ ക്ലാസ്സിന് എന്നെ പേഷ്യന്റ് വെയിറ്റ് ചെയ്യാണ്. ഓൺലൈൻ കേസാണ്, പേഷ്യന്റ് വെയിറ്റ് ചെയ്യാണ്. 9 മണിയാകുമ്പോൾ തീരുന്നു വിചാരിച്ചാണ്. അപ്പൊ നാളെ ഒരു 8-9 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും ഇരിക്കും. മോട്ടിവേഷൻ, ഇമോഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ക്വിക്ക് റിവിഷൻ ലാസ്റ്റ് ഘട്ടമായിട്ട്. The class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. അതൊരു ഇറ്റ്സ് മീ അഫ് അബ്ദുൽ ഹഫീസ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. നോട്ട് ഇട്ടരാട്ടോ.